ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടോടത്തെ 17ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ. നമ്മൾ ഒരു ഞായറാഴ്ച കണ്ടു കഴിഞ്ഞ സുവിശേഷ ഭാഗമാണ്. ഒരിക്കൽ കൂടി ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇതൊരു രണ്ട് തരം ദൈവാനുഭവ ജീവിതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് കടുകുമണി എന്ന് പറയുന്ന വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞ് അത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി വേരിറങ്ങി വിശ്വാസത്തിന്റെ വേരിറങ്ങി പുറത്തേക്ക് ചില്ല വിടർത്തി പടർന്ന് പന്തലിക്കുകയാണ്. അതാണ് അമരം. വിശ്വാസത്തിന്റെ വേര് താഴേക്ക് ഇറങ്ങുകയും അതിനാനുപാതികമായി പുറത്തേക്ക് ദൈവിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാരുണ്യ പ്രവൃത്തികളുടെയും ഒക്കെ ആയിട്ടുള്ള ചില്ല വിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരാളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. രണ്ടിടങ്ങളിലേക്ക് വളർച്ചയുണ്ട്. ആ വിത്ത് രണ്ടിടത്തേക്കും വളരുന്നുണ്ട്. വിശ്വാസത്തിന്റെ വേര് താഴേക്ക് പരമാവധി ആഴ്ന്നിറങ്ങുന്നതനുസരിച്ചാണ് ആ വൃക്ഷം ബലം പ്രാപിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ ചില്ലകൾ പടർന്നു പന്തലിച്ച് അനേകർക്ക് താങ്ങും തണലുമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ക്രൈസ്തവ ജീവിതം. വിശ്വാസത്തിന്റെ വേര് താഴേക്ക് ഇറങ്ങി നിൽക്കുന്നു, ചില്ല മുകളിലേക്ക് പടരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അതൊരു വൃക്ഷമാകുന്നില്ല. അതിനെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകും. നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ധ്യാന ജീവിതം ഒക്കെ ഇങ്ങനെ വേരിറങ്ങിയിട്ടുണ്ട്. പക്ഷെ പുറത്തേക്ക് ചില്ലകളൊന്നുമില്ല. കാരുണ്യ പ്രവൃത്തികളോ സാമൂഹികമായിട്ട് ഇടപെടലുകളോ പ്രതികരണങ്ങളോ നീതിബോധമോ ഒന്നുമില്ല. ചില്ലകളൊന്നുമില്ല. വേരിറങ്ങിയിട്ടുണ്ട്. വൃക്ഷമാകത്തില്ല. തിരിച്ചും സംഭവിക്കാം. ചില്ലകളൊക്കെ ഇങ്ങനെ പടർന്നു പന്തലിച്ച് ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ, ഒരുപാട് ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഒരുപാട് സംഘടനാപരമായ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ വേരിറങ്ങിയിട്ടില്ല. വീണുപോകും. ആ വൃക്ഷം വീണുപോകും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേരിറങ്ങുകയും ചില്ല പടരുകയും ചെയ്യുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ കടുകുമണിയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആ മസ്റ്റർഡ് സീഡിന്റെ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ എത്ര വേരിറങ്ങുന്നു, അതിന് ആനുപാതികമായിട്ട് ഇല്ല. എല്ലാ മരങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിന് കുറെ കൂടി മരത്തിന്റെ വളർച്ചയെ നമുക്ക് വ്യക്തമായിട്ടും പിടികിട്ടും. അടുത്ത പറയുന്നത് പുളിമാവിനെ കുറിച്ചാണ്. പുളിമാവ് 3 ഇടങ്ങഴി മാവ് പുളിക്കോളം ചേർത്ത് വെച്ച് പുളിമാവിന് സദൃശം. 3 ഇടങ്ങഴി മാവ് പുളിക്കണം. ആ ഫ്ലേവർ, ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ്. അതിന്റെ സ്മെല്ലും ടേസ്റ്റും അതിന്റെ വലിപ്പവും ഒക്കെ മാറ്റുന്ന ഒരു ഫ്ലേവറാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് 3 ഇടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ആ ഫ്ലേവർ സ്പർശിച്ചിട്ടുണ്ടാവണം. ഒരു ക്രിസ്ത്യാനിറ്റി ഫ്ലേവർ, ഒരു ക്രിസ്ത്യൻ ഫ്ലേവർ, ഒരു ഒരു ക്രൈസ്റ്റ് എസൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഫ്ലേവർ അത് നമ്മുടെ ശരീരത്തിലും ഉണ്ടാവണം, മനസ്സിലും ഉണ്ടാവണം, ആത്മാവിലും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കൊരു സമ്പൂർണ്ണ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് രണ്ടും ആണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് രണ്ടും വളരെ നിശബ്ദതയിൽ സംഭവിക്കുന്ന വസ്തുതകളാണ്. അതായത് ധ്യാനത്തിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം മെഡിറ്റേഷൻ എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇതിങ്ങനെ ഈ വിത്ത് ഈ മണ്ണിനടിയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തിരുഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ട നമ്മളുടെ ജീവിതം അങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ വചനം നിക്ഷേപിക്കപ്പെടുന്ന നമ്മുടെ ഹൃദയം, അങ്ങനെയും ചിന്തിക്കാം. അപ്പൊ എന്താണെങ്കിലും ഇതിങ്ങനെ പ്രാർത്ഥനയിൽ ആ വിത്ത് മുളപൊട്ടുകയാണ്. വിത്ത് മുളപൊട്ടി വേരായും ചില്ലയായും പുറത്തേക്ക് വരുമ്പോൾ അത് നിശബ്ദതയിൽ, വളരെ ശാന്തതയിൽ, ക്ഷമയോടുകൂടി സാവകാശം സംഭവിക്കുന്ന ഒരു വസ്തുതയാണ്. അത് ധ്യാനമാണ്. ഈ പുളിമാവ് പടർന്ന് 3 ഇടങ്ങഴി മാവിനെയും പുളിപ്പിക്കുന്നതും വളരെ നിശബ്ദമായിട്ടാണ്. കോലാഹലങ്ങളോടുകൂടിയല്ല, വലിയ ബഹളത്തോടു കൂടിയൊന്നുമല്ല. വളരെ നിശബ്ദതയിൽ സാവകാശം ക്ഷമയോടുകൂടി മെല്ലെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണത്. ഈ രണ്ടും അങ്ങനെയാണ്. അത് സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ ജീവിതം അതുപോലെ തന്നെ വളരെ മെഡിറ്റേറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. മെഡിറ്റേറ്റീവായി തുടങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ വിജയിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ വെച്ചിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുടെയും കർത്താവിൽ വേരൂന്നാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ കടപുഴുകി വീഴാനോ അല്ലെങ്കിൽ കരിഞ്ഞ് ഉണക്കച്ചില്ലയായി നിൽക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാറുണ്ട്. നമുക്ക് ചുറ്റുപാട് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വ്യക്തി ജീവിതങ്ങളിലുള്ള ഉദാഹരണങ്ങളുണ്ട്,
അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കും. കർത്താവിൽ വേരൂന്നാതെ തുടങ്ങുകയും തുടരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളും ഇങ്ങനെ ഉണക്കച്ചില്ലയായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഉണക്കച്ചില്ലയായിട്ട് നിൽക്കുക മാത്രമല്ല, അത് ഇത്തിള് പോലെയാണ്. ബാക്കിയുള്ള സ്ഥാപനങ്ങളെയും ബാക്കിയുള്ള ആ രൂപത്തിൽ ബാക്കിയുള്ള സംഘടനകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ അതിനെ അതിന്റെ രക്തം ഊറ്റി കുടിച്ച് എന്നിട്ട് ഇത് ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന രീതിയിലൊക്കെയുള്ള സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തി ജീവിതങ്ങളും കാണാൻ സാധിക്കും. അപ്പൊ അവിടെയാണ് ഈ സുവിശേഷത്തിന്റെ പ്രസക്തി നമ്മൾ നോക്കണം. ഇതൊരു മെഡിറ്റേഷനിൽ സംഭവിക്കേണ്ട എഫക്റ്റാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ രണ്ട് തലങ്ങളിലും സംഭവിക്കുന്ന വസ്തുത. വേരൂന്നിയ വിശ്വാസത്തിൽ ചില്ല പടർത്തിയ പ്രവർത്തനങ്ങളുമായി ക്രൈസ്തവ ജീവിതം ഒരു വൃക്ഷമായി, കുരിശുമരം ഒരു വൃക്ഷമായി ശിരസ്സുയർത്തി നട്ടല് നിവർത്തി നിൽക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മൂന്ന് തലങ്ങളെയും, ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ആ എസൻസ്, ആ ഫ്ലേവർ, ക്രിസ്തു ഫ്ലേവർ നൽകിക്കൊണ്ട് ക്രിസ്തുവിന്റെ മണവും ഗുണവും ഒക്കെയുള്ള രുചിയും ഒക്കെയുള്ള ആക്കി തീർക്കണമെന്ന് സുവിശേഷം നമ്മൾ ഓർമ്മിക്കുക. ഈ സുവിശേഷം അങ്ങനെ ചില ഫ്ലേവർ, ക്രിസ്തുവിന്റെ മണവും രുചിയും ഗുണവും ഒക്കെയുള്ള ഒരു ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അങ്ങനെ ഒരു ഫ്ലേവറുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മളെ ഈ സുവിശേഷം ക്ഷണിക്കുന്നുണ്ട്. സുവിശേഷം നമ്മളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈശോ പറഞ്ഞു തന്ന ഈ ഉപമകള് നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.